കർണാടകക്കാർ നമ്മളെക്കാൾ ഏറെ വളർന്നിരിക്കുന്നു. ഒരു കാലത്ത് നമ്മളെക്കാൾ ഏറെ പുറകെ കിടന്നിരുന്ന അയൽ സംസ്ഥാനമായ കർണാടകയുടെ വളർച്ച കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത്. ഗോവയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി. ഇന്ന് മാക്സിമം ദൂരം കവർ ചെയ്യുകയാണ് ലക്ഷ്യം. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. വഴിയരികിൽ മത്സ്യങ്ങൾ ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഗോവയിലെ മീൻവില അറിയുക തന്നെ ഉദ്ദേശം. ഗോവയിലും കല്ലുമ്മക്കായ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇതിന് മസിലെന്നോ മറ്റോ ആണ് പേര് പറഞ്ഞത്. 1 കിലോ കല്ലുമ്മക്കായ്ക്ക് 350 രൂപയാണ് വിലയായി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള വണ്ടി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു മത്സ്യവിൽപ്പനക്കാരൻ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇടപെട്ടത്. കരിമീനൊക്കെ ഗോവയിലും ലഭ്യമാണ്. 1 കിലോ കരിമീനിന് 500 രൂപയാണ് വില. ചെമ്മീൻ കിലോയ്ക്ക് 600 രൂപയാണ് വില. അയലമീനിനാവട്ടെ 400 രൂപ വില. കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ മത്സ്യത്തിന് വലിയ വിലക്കുറവൊന്നുമുള്ളതായി തോന്നുന്നില്ല. അല്പം വില കൂടുതലാണെങ്കിലേ ഉള്ളൂ. അല്പസമയം മത്സ്യം വിൽക്കുന്ന ആളുമായി സംസാരിച്ചു നിന്നതിന് ശേഷം യാത്ര തുടർന്നു. ഗോവയിലെ പ്രധാന കേന്ദ്രങ്ങൾ വിട്ടാൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും വിജനമായി കിടക്കുന്ന പ്രദേശങ്ങളാണെന്ന് തോന്നുന്നു. ഗോവൻ കർണാടക അതിർത്തിയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര. അതിർത്തിയിൽ വലിയ വാഹനത്തിരക്കൊന്നും കാണാനില്ല. ഗോവൻ ചെക്ക് പോസ്റ്റ് വളരെ സുഗമമായി തന്നെ കടന്നുപോയി. എന്നാൽ കർണാടക ചെക്ക് പോസ്റ്റിൽ പോലീസ് വാഹനം തടഞ്ഞിരുന്നു. ആകെ ചോദിച്ചത് കയ്യിൽ കുപ്പിയുണ്ടോ എന്ന് മാത്രമാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കോളാനും പറഞ്ഞു. കർശനമായ പരിശോധനയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വാഹനമെല്ലാം തുറന്ന് പരിശോധിക്കുമെന്ന് കരുതി. എന്നാൽ ഒന്നും ഉണ്ടായില്ല. പൊതുവെ ഗോവയിൽ നിന്നും മടങ്ങുന്നവർ മദ്യക്കുപ്പികൾ കയ്യിൽ കരുതാറുണ്ട്. എന്നാൽ അത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനയും നടക്കാറുണ്ട്. ഞാൻ ഗോവയിലേക്ക് വന്നത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു. അവിടെ കർശനമായ പരിശോധനയും ഉണ്ടായിരുന്നു. എന്നാൽ എന്തോ കയ്യിൽ കുപ്പിയില്ലായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഉണ്ടായിരുന്നില്ല. കർണാടകയിലേക്ക് കയറിയതും മനോഹരമായിട്ടുള്ള ഹൈവേകളാണ് കാണാനുള്ളത്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഹൈവേകൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് കർണാടകയിലാണെന്ന്. വഴിയരികിൽ കണ്ടതാണ്. ഗ്രാമങ്ങളിലെ മാവിൽ നിന്നും പറിച്ചുകൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന മാമ്പഴങ്ങളാണ്. വിൽക്കാൻ നിൽക്കുന്നതാവട്ടെ ഗ്രാമീണ സ്ത്രീകളും. 100 രൂപയ്ക്ക് വാങ്ങിയ മാമ്പഴമാണിത്. 2-3 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തൂക്കി വിൽപ്പനയൊന്നുമല്ല. 100 രൂപയ്ക്ക് കുറെ മാമ്പഴം അങ്ങ് തരുന്നു, അത്ര തന്നെ. അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ വഴിയരികിൽ കണ്ട ഒരു കൊച്ചു ചന്തയാണ്. കച്ചവടക്കാരെല്ലാം തനി ഗ്രാമീണ സ്ത്രീകൾ തന്നെ. മാമ്പഴമാണ് പ്രധാന കച്ചവടം. കൂട്ടത്തിൽ ഞാവൽപ്പഴവും കശുവണ്ടിയും മറ്റെന്തൊക്കെയോ സാധനങ്ങളും. ഞാവൽപ്പഴം എവിടെ കണ്ടാലും വാങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ 5 കുമ്പിൾ ഞാവൽപ്പഴം 50 രൂപ നൽകി വാങ്ങി. ഏറ്റവും ആകർഷിച്ചത് ഈ കശുവണ്ടിയാണ്. പച്ച കശുവണ്ടിയാണ്. 100 എണ്ണത്തിന് 100 രൂപയാണ് പറഞ്ഞത്. ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതീവ രുചികരമായി തോന്നി. 200 രൂപ നൽകി 200 കശുവണ്ടി വാങ്ങി. വിലപേശിയാൽ എത്ര വേണമെങ്കിലും താഴ്ന്നു കിട്ടും. എന്നാൽ വിലപേശാൻ തോന്നില്ല. നിസാര വിലയ്ക്ക് വിൽക്കുന്ന ഈ സാധനങ്ങൾക്ക് വീണ്ടും വിലപേശി വാങ്ങിയാൽ അത് പിന്നെ മനസ്സുറപ്പിച്ച് കഴിക്കാൻ സാധിക്കില്ല. വഴിയരികിലെല്ലാം ധാരാളം ഗ്രാമീണ കച്ചവടക്കാരുണ്ട്. വിജനമായ സ്ഥലങ്ങളിൽ വാഹനയാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് ഇവരുടെ ഇരിപ്പ്. വിജനമായ ഹൈവേ ആണെങ്കിലും ഒട്ടും മുഷിപ്പ് തോന്നാത്ത യാത്രയാണ്. ഇപ്പോൾ നമ്മളുടെ പല വീഡിയോകളിലും അപ്രതീക്ഷിതമായി കയറി വരുന്ന അതിഥിയാണ് ഈ പോകുന്നത്. പുത്തുവട്ട് ട്രാവൽസിന്റെ വണ്ടിയാണ്. കേരളത്തിന്റെ അയൺ ലേഡി അല്ലെങ്കിൽ ഐക്കോൺ എന്നൊക്കെ പറയാവുന്ന ജലജ മാഡം ലോറിയുമായി ഇന്ത്യ കറങ്ങുന്ന വീഡിയോ ധാരാളം കണ്ടിട്ടുണ്ട്. ആ വാഹനം വഴിയിൽ വെച്ച് കാണുന്നത് തന്നെ നമുക്ക് ഗൂസ് ബംസ് നൽകുന്ന ഒരു അനുഭവം തന്നെയാണ്. കർണാടകയിലെ കൊച്ചു നഗരങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് 2 കാലോടെ മുരുടേശ്വരത്തെത്തി. ടൂറിസ്റ്റ് ദിനക്ഷേത്രങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് മുരുടേശ്വരത്തെ ഈ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ ശിവപ്രതിമയും ഇവിടെ തന്നെ. ക്ഷേത്രത്തിൽ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നതിനാൽ ശിവ സ്റ്റാച്യു മാത്രം കണ്ടിട്ട് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. ക്ഷേത്രത്തിന്റെ സമീപത്തെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്. ക്ഷേത്രത്തിന്റെ വലിയ ഗോപുരത്തിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നു. 3:30 ഉടുപ്പി അടുക്കാറായിരിക്കുന്നു. ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ നിന്നും കർണാടക സ്റ്റൈൽ ഊണും ഫിഷ് ഫ്രൈയും പാഴ്സലായി വാങ്ങി. നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി വഴിയരികിൽ ഒതുക്കി. മനോഹരമായ കടലിന് സൈഡിലൂടെ കിടക്കുന്ന ഹൈവേയുടെ സൈഡിലെ പാർക്കിങ്ങിലാണ് വണ്ടി ഒതുക്കിയിട്ടുള്ളത്. കടലും കണ്ടിരുന്ന് അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അയലമീൻ ഫ്രൈ ആണ് വാങ്ങിയത്. ഇത്രയും രുചികരമായ ഫിഷ് ഫ്രൈ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇലയിൽ പൊള്ളിച്ച അയലമീനിന് 100 രൂപ മാത്രമായിരുന്നു വിലയായി വന്നിട്ടുള്ളത്. ഉച്ചഭക്ഷണവും കഴിച്ച് യാത്ര തുടർന്നു. വഴിയരികിൽ കണ്ടതാണ്. കർണാടകയിലെ ഓട്ടോറിക്ഷ ജീവനക്കാർക്കായി അവിടുത്തെ ജനപ്രതിനിധികൾ കെട്ടിക്കൊടുത്ത ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതൊരെണ്ണം മാത്രമല്ല ഇത്തരത്തിലുള്ള ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ഈ പ്രദേശങ്ങളിലെ ഓട്ടോ സ്റ്റാൻഡുകളുടെ എല്ലാം പൊതുചിത്രം ഇതാണ്. ഓട്ടോറിക്ഷ ജീവനക്കാരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്റ്റാൻഡുകളാണിവ. സ്റ്റാൻഡിൽ മികച്ച ഇരിപ്പിടങ്ങളും പ്ലഗ് പോയിന്റുകളും എന്തിനേറെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സോക്കറ്റുകൾ വരെയുണ്ട്. ഒരു കൗതുകത്തിന് കർണാടകയിലെ മിനിമം ഓട്ടോറിക്ഷ നിരക്ക് എത്രയെന്ന് വെറുതെ ഒന്ന് തിരക്കി. കർണാടകയിലെ മിനിമം ചാർജ് 40 രൂപയാണെന്നാണ് ഇവർ പറയുന്നത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു. 7 മണി കഴിഞ്ഞതോടെ മംഗലാപുരത്ത് എത്തിയിരിക്കുന്നു. ഇന്ന് മംഗലാപുരത്ത് സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൺലൈനിൽ ഒരു റൂം ബുക്ക് ചെയ്തു. റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക്. 1933 രൂപയാണ് ഈ റൂമിന് റെന്റായി വന്നിട്ടുള്ളത്. ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്കുള്ള യാത്ര തുടരണം. വീട്ടിൽ ചെന്നാലുടൻ അടുത്ത യാത്ര തുടങ്ങണം. തായ്ലൻഡിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം. അതുവരെ ബൈ, സീ സൂൺ.